ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിനു മേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം ആ വലക്കകത്ത് അകപ്പെട്ടു പോകാനുള്ള സാധ്യത. ലഹരിയല്ല ജീവിതമാണ് ഹരം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമായ IHRD സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്ത് 100ഓളം കേന്ദ്രങ്ങളിൽ സ്നേഹത്തോൺ എന്ന കൂട്ടയോട്ടം സംഘടിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് അതത് സ്ഥാപനങ്ങളിൽ സ്നേഹമതിലുകൾ തീർത്തുകൊണ്ട് കുട്ടികൾ ലഹരി ഉപഭോഗത്തിനെതിരായും വയലൻസിനെതിരായുമുള്ള പൊതുബോധ നിർമ്മിതിക്ക് അവരുടേതായ സംഭാവനകൾ അർപ്പിക്കുകയാണ്. ഈ വിപുലമായ ക്യാമ്പയിനിൽ ഇന്ന് 100ഓളം നഗര കേന്ദ്രങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നഗരങ്ങളുടെ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹത്തോൺ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ IHRD കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നവയാണ് എന്നുള്ളത് തീർച്ചയായും ആകുലതയോടെ മാത്രമേ നമുക്ക് ആ വാർത്തകൾ ശ്രവിക്കാൻ കഴിയുന്നുള്ളൂ. അമ്മമാരെ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളെ പൈശാചികമായ രീതിയിൽ ആക്രമിക്കാൻ നമ്മുടെ യുവാക്കൾ തയ്യാറാകുന്നത് ലഹരിയുടെ ഉപഭോഗം കൊണ്ടുകൂടിയാണ് എന്ന് പല ഇൻസിഡൻസും വിളിച്ചു പറയുകയാണ്. ആ സന്ദർഭത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള അവബോധം സമൂഹത്തിലാകെ പ്രസരിപ്പിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഉത്തരവാദിത്തമായിട്ട് കാണുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലഹരിക്കെതിരായിട്ടുള്ള ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും ഇതര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും വലിയ ഒരു മൂവ്മെന്റ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ NSS നാഷണൽ സർവീസ് സ്കീം എന്ന സന്നദ്ധ സേവന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആസാദ് സേനയുടെ രൂപീകരണവും ലോഞ്ചിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഏജൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളതാണ് ആസാദ് എന്നുള്ളതിൻ്റെ മുഴുവൻ പേര്. ആ നിലയിൽ പരിശീലനം നൽകി തന്നെ സോഴ്സ് ഐഡന്റിഫിക്കേഷനും പിയർ എഡ്യൂക്കേഷനും എല്ലാം ഉൾപ്പെടുന്ന വിധത്തിൽ ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളുടെ മാനസിക പരിവർത്തനം സഹപാഠികളിലൂടെ സാധ്യമാക്കുന്ന വിധത്തിലൊക്കെ തന്നെയുള്ള നാനാമുഖമായ പ്രവർത്തനങ്ങൾ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. IHRD സ്ഥാപനങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കിയേക്കാവുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തോൺ എന്ന ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരക്കുന്ന എല്ലാ IHRD വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് സമൂഹത്തിന്റെ പൊതുബോധത്തിലേക്ക് നൽകുന്ന മഹത്തരമായ സന്ദേശം സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സർഗാത്മകതയുടെയും കായിക മികവുകളുടെയും എല്ലാം അനുഭവങ്ങൾ കൂടുതലായി സമൂഹത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലഹരിയും വയലൻസും ഉൾപ്പെടെയുള്ള നെഗറ്റീവായ പ്രവണതകൾക്കെതിരായിട്ടുള്ള കവചം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രവർത്തനമല്ല. നൈരന്തര്യ സംവിധാനം എന്ന നിലയിൽ തന്നെ തുടർച്ചയായി ലഹരി ഉപഭോഗത്തിനെതിരായും വയലൻസിനെതിരായിട്ടുമുള്ള സാമൂഹ്യ അവബോധവും ക്യാമ്പസുകളിലെ പ്രത്യേക ജാഗ്രതയും ഉറപ്പാക്കുക എന്നുള്ള കാലഘട്ടം ഏൽപ്പിക്കുന്ന കടമ നെഞ്ചേറ്റിയെടുക്കാൻ തയ്യാറായി അണിനിരന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട വലയാണ് ലഹരി മാഫിയയുടേത്. അത് അരികിൽ നിന്ന് കാർന്നു തിന്ന് അരിച്ചരിച്ച് കടന്നു വരുന്നത് മനസ്സിലാക്കാൻ പോലും എളുപ്പമുള്ള കാര്യമല്ല. സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയൊക്കെ പേരുകൾ പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ വൈവിധ്യമുള്ളതും
അതേസമയം ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ പ്രയാസമുള്ളതുമാണ് എന്നുള്ള വലിയ വൈതരണികൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നിശ്ചയദാർഢ്യത്തോടെ, ഇച്ഛാശക്തിയോടെ നമ്മുടെ യുവാക്കളുടെ കർമ്മശേഷിയും സർഗാത്മകതയും എല്ലാം മരവിപ്പിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം കടുത്ത രീതിയിൽ അനുരഞ്ജനമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതിന് കീഴിൽ അണിനിരക്കുന്ന ഏവരും ഏറ്റെടുക്കുന്ന സമകാലിക ദൗത്യം. ഇതിൻ്റെ ഭാഗമായി എല്ലാ പൊതുജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നുള്ള സവിനയമായ അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഗ്രഗാമിയായി ഈ പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന IHRDക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.